സ്വല്പം എരിവും പുളിയും ഒക്കെ കൂടുതലുള്ള ഭക്ഷണം ഇഷ്ടം. പക്ഷേ അതൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇത് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എണ്ണമയമുള്ള ഭക്ഷണം ഒട്ടും കൊടുക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? ഡോക്ടർ പറയുന്നത് നമ്മൾ കേൾക്കും, പക്ഷേ ശിവേട്ടൻ കേൾക്കില്ലല്ലോ. അല്ല, വിഷയം എന്റെ ഭക്ഷണമാണെന്ന് തോന്നുന്നു. കുറച്ചു ദിവസത്തേക്കേട്ട ഇതൊക്കെ കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വരും. അല്ല, ഇത് മൊത്തം ഇലക്കറികളാണല്ലോ. ഇന്ന് ശിവേട്ടനുള്ള സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് റാണിയാ. അവള് നട്ട് വളർത്തിയിരിക്കുന്ന ചീര, പിന്നെ മുരിങ്ങ, ഇതൊക്കെ ഇന്ന് അവള് കറിയാക്കിയിരിക്കുന്നത്. അപ്പൊ വായിക്ക് രുചിയായിട്ട് ഒരല്പം പുളിയുള്ളത് കൂട്ടണമെങ്കിൽ പുറത്തു പോയി ആഹാരം കഴിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. കഴിക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അതെ, ശിവേട്ടൻ ഇനി 1-2 ആഴ്ചത്തേക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഒന്നും കഴിക്കരുത്. മതി. നമ്മള് ഭക്ഷണം ഉണ്ടാക്കുന്ന പോലല്ല ശിവേട്ട ഹോട്ടലുകാര് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവര് രുചി കൂട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഒഴിക്കുന്നത് എണ്ണയാ. ഈ എണ്ണയാ ശിവേട്ടൻ ഏറ്റവും അപകടകാരിയും. അല്ല, ഗുളിക കഴിച്ചോ? ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട ഗുളിക ഉണ്ടായിരുന്നല്ലോ. എടി, അതിനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും കഴിക്കാമല്ലോ. ഏയ്, അത് പറ്റൂല റാണി. ഒരു ഉരുള പോലും കഴിക്കാതെ നോക്കിക്കോണേ, ഞാനിപ്പോ വരാം. ഓ, ഇവളെ കൊണ്ട് തോറ്റ്. എന്റെ പൊന്നു ശിവേട്ട, ഒന്നും എടുത്ത് കഴിച്ചേക്കല്ലേ. ചന്ദ്ര കണ്ടോണ്ട് വന്നാലേ ചെവിതല കേൾപ്പിക്കില്ല. ശിവകുഞ്ഞ്, സ്വാമിയോ? എങ്ങു വാ. അല്ല, ഇതെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? സുഖമില്ലാത്തവരെ അറിഞ്ഞു, എന്നാ പിന്നെ കാര്യങ്ങൾ തിരക്കി വരാമെന്ന് വെച്ചു. അപ്പോ മാണിക്കോത്തെ പണി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? മാണിക്കോത്തെ മഹേന്ദ്രന്റെ ശത്രുവാ ഞാൻ. അച്ഛനെ കൊല്ലാൻ നോക്കിയ അസുരവിത്ത്. എന്നെ കാണാൻ സ്വാമി വന്നു എന്നറിഞ്ഞ പിന്നെ സ്വാമിയുടെ പണി എപ്പ തെറിച്ചു എന്ന് പറഞ്ഞാ മതി. ആഹാ, അത് ശരി. സ്വാമിയങ്ങള് രോഗിയെ കാണാൻ വന്നത് വെറുങ്ങയോടെയാ? എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരണ്ടേ? വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു മോളെ, പക്ഷെ എവിടെ പോയാലും നിയന്ത്രണം എന്റെ കയ്യിലല്ലല്ലോ. അതിനുള്ള ആള് കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോളെ തനിച്ച് കിടത്തിട്ട് എവിടെ പോയി? അയ്യോ, കരയില്ലടാ. മോളുടെ അമ്മയോടെ പോയി? കരയല്ലേ? വാവോ, മോള് കരയല്ലേ? കരയാതെ മോളെ. മോക്ക് വിശക്കുന്നുണ്ടോ? അമ്മ വിളിക്കാം കേട്ടോ. എങ്കി പാലെടുത്ത് തരാം മോൾക്ക്. ഇപ്പോ നല്ല കുട്ടിയായിട്ട് ഈ പാല് മോളൊന്ന് കുടിച്ചേ. നല്ല കുട്ടിയല്ലേ, പാൽ കുടിക്കേ. വാ, കരയാതെ കുടിക്കുമോളെ. അത് ശരി, ചിറ്റപ്പന്റെ കയ്യിലിരുന്ന് പാല് കുടിക്കാനുള്ള കരച്ചിലായിരുന്നല്ലേ? നോക്കിയേ, ഇപ്പൊ ഒരു കരച്ചിലും ഇല്ലല്ലോ. ഞാൻ എടുക്കണോ? അയ്യോ വേണ്ട, കുഞ്ഞ് കരയുന്നതേ അവൾക്ക് വിശന്നിട്ടായിരിക്കും. വിശക്കുന്നോടാ. നമ്മളത് മനസ്സിലാകാതെ അവരെ വഴക്ക് പറയും. ഇപ്പൊ കണ്ടോ, ഇവൾക്ക് വല്ല വഴക്കുണ്ടോ നോക്കി. ശരിയാണല്ലോ, രോഹിത്തിന്റെ കൈയുടെ ചൂട് അവൾക്ക് പിടിച്ചെന്നാ തോന്നുന്നേ. കണ്ടില്ലേ എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന്. അമ്മയുടെ സുന്ദരിക്കുട്ടി, ഇത് ആരുടെ കയ്യിലാ ഇരിക്കുന്നേ? ചിറ്റപ്പനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായോ? ആഹാ, ഇവിടെ വന്ന് കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുവാണോ? ഞാൻ അവിടെ ഭക്ഷണം വിളമ്പി പെരയ്ക്ക് ചുറ്റും നടക്കാൻ തുടങ്ങിട്ടെ ആരെ കാണാൻ ആരെ കേക്കാൻ. അതെങ്ങനെയാ ഇതിനകത്ത് കയറി അടയിരിക്കുന്ന ആളെ ഞാൻ പുറത്തു നോക്കിയിട്ട് എന്താ കാര്യം? ശ്യാമേ, ഞാൻ മോളുടെ കരച്ചിൽ കേട്ടാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ശാരി ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാ മോളുടെ അടുത്ത് കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചേ. കരയുന്ന കുഞ്ഞിനെ കണ്ടിട്ട് എങ്ങനെയാ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നേ? ഓ വേണ്ട, തിരിച്ചു പോണ്ട.
ഹ്, ഇതിനകത്ത് തന്നെ ഇരുന്നോ. കൂട്ടില്ലാത്തവർക്ക് ഒരു കൂട്ടാവുമല്ലോ. ശ്യാമേ, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് കൂട്ടില്ലാത്തപ്പോ കൂട്ടായിട്ട് വന്നിരിക്കണോന്ന്. അല്ല പിന്നെ ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്താ കണ്ടേ? നീ എന്ത് കണ്ടെന്ന് ഈ പറയുന്നേ? ഒന്നും കണ്ടില്ലേ? ശ്യാമേ, നീ ഇതെന്ത് ഭാവിച്ചായി പറയുന്നേ? ഞാനിവിടെ വന്ന് കുഞ്ഞിനെ ഒന്ന് ലാളിച്ചത് ഇത്ര വലിയ തെറ്റാണോ? ഏയ് ഒരു തെറ്റുമില്ല. ലാളിച്ചത് കുഞ്ഞിനെയാണോ അതോ തള്ളയാണോന്ന് ആർക്കറിയാം. ഹോംവർക്കും കഴിഞ്ഞ റിവിഷനും ഇട്ടു. എന്നിട്ട് എത്ര മാർക്ക് വീതം കിട്ടി? എനിക്ക് 70% കിട്ടി. എനിക്ക് വേണ്ടത്ര തന്നെ. എന്നാ എന്റെ വക ഒരു സമ്മാനമുണ്ട്. സമ്മാനം അവിടെ നിൽക്കട്ടെ. ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നു. ആര് പറഞ്ഞു? അമ്മ തന്നെയാ പറഞ്ഞേ. ആ, അങ്ങനെ ഞാൻ പറഞ്ഞോ? ശ്ശോ, ഞാൻ ഓർക്കുന്നില്ലല്ലോ. അയ്യോ, അമ്മ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞങ്ങൾ പെട്ടെന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്തു തീർത്തത്. പക്ഷേ എന്നാലും എന്തായിരിക്കും അത്? എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ചുമ്മാ അമ്മ ഞങ്ങളെ പറ്റിക്കുക. പറയമ്മേ, എന്താ ഞങ്ങളെ കാണിക്കാന്ന് പറഞ്ഞത്? എന്താന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യ്. എന്തായിരിക്കും?